അപ്പോൾ പത്രവാർത്തകളൊക്കെ വളരെ വിശദമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മുടെ VS സനോജ് റെഡിയായിട്ട് ഇരിപ്പുണ്ട്. മിസ്റ്റർ VS സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശബ്ദമൊന്നും ഇല്ലേ VS സനോജ്? ഒന്നും കേൾക്കുന്നില്ലല്ലോ. ശബ്ദമുണ്ട്. ഓക്കെ. ഇന്ന് സൺഡേ സപ്ലിമെന്റ് അടക്കം ഒത്തിരി ഈ വാർത്തകളൊക്കെ ഉള്ള ഒരു ദിവസം കൂടിയാണ്. ഞായറാഴ്ച പത്രം വായിക്കുന്നവരെയൊക്കെ സംബന്ധിച്ച് വായിച്ചാലും തീരാത്തൊരു ദിവസമാണ് പത്രങ്ങൾ. അപ്പോൾ നോക്കാം വാർത്തകൾ എങ്ങനെയൊക്കെയാണ്. അതെ, സേതു പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ഇന്ന് എനിക്ക് ഏറ്റവും രസകരമായ അല്ലെങ്കിൽ വളരെ പോസിറ്റീവായ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കാരണം മാതൃഭൂമിയുടെ 1-ാം പേജിൽ നമ്മുടെ ശുഭാംശു ശുക്ലയുടെ ഒരു ചിത്രം ഇന്ന് കൊടുത്തിരിക്കുന്നു. ഭൂമിയുടെ മനോഹരമായ ദൃശ്യം ആസ്വദിക്കുന്ന ഗ്രൂപ്പ് ക്യാപ്റ്റൻ്റെ ചിത്രത്തോടുകൂടെ മാനത്തെ വെള്ളിത്തേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചിത്രത്തോടുകൂടെ നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. കാരണം വളരെ ശുഭകരമായത്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചിത്രം ഇന്ന് മാതൃഭൂമിയുടെ 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. അത് അത്തരത്തിൽ ഇന്ന് വളരെ വ്യത്യസ്തമായതും വളരെ പോസിറ്റീവായിട്ടുള്ള ധാരാളം വാർത്തകളുള്ള ഒരു ദിവസം കൂടിയാണ് എന്ന് പറയാം. കാരണം ഒന്ന്, ഈ ചിത്രത്തിൻ്റെ വാർത്തയുണ്ട്. ഒപ്പം ദലൈലാമയുടെ നവതി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്ന ദിവസം കൂടിയാണ്. അദ്ദേഹം പിൻഗാമി ആരായിരിക്കുമെന്ന് സംബന്ധിച്ചെല്ലാമുള്ള ഒരു ക്ലാരിറ്റി, അതായത് അദ്ദേഹത്തിൻ്റെ മരണശേഷം മാത്രമാണ് ആ പിൻഗാമി വരിക എന്ന് പറയുന്നു. ഒപ്പം 40 വർഷം കൂടെ ജീവിക്കുമെന്നൊക്കെ അദ്ദേഹം പ്രതീക്ഷ പുലർത്തുന്നു. അങ്ങനെ വലിയ പ്രതീക്ഷകളുടെ ദിവസം. മറ്റൊന്ന്, എനിക്ക് രസകരമായി തോന്നിയ ചില കാര്യങ്ങൾ കൂടെ പറയാം. ഒന്ന്, ഹൈക്കോടതിയുടെ ഒരു പരാമർശം കുട്ടികളുടെ, അതായത് സ്കൂൾ കുട്ടികളെ സംബന്ധിച്ച്, കുട്ടികളെ അടിക്കുക എന്ന് പറയുന്ന ശീലം നമുക്കറിയാമല്ലോ. ഈ സ്കൂളുകളിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഏതാണ്ട് ഇല്ലാതായി തുടങ്ങിയതുമായ ശീലമാണ്. ആ ശീലം ത്തിനെതിരെ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിൽ ആ ശീലം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള ഹൈക്കോടതിയുടെ ഒരു വളരെ പ്രസക്തമായ നിർണായകമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹൈക്കോടതി നടത്തിയ ഒരു പരാമർശം ഇന്ന് വാർത്തയായിട്ടുണ്ട്. അടികിട്ടാത്ത കുട്ടി നന്നാകില്ല എന്നതിനോട് യോജിപ്പില്ല. ശാരീരിക ശിക്ഷയ്ക്ക് അധ്യാപകർക്ക് അവകാശമില്ലെന്ന് ഹൈക്കോടതി എന്ന് പറയുന്നു. അപ്പോൾ ഇത് വളരെ പോസിറ്റീവായ ഒരു കാര്യം കൂടിയാണ്. ഒപ്പം ഗാസയിലെ വെടിനിർത്തലിൻ്റെ കാര്യത്തിൽ ഒരു ധാരണയായിരിക്കുകയും ഹമാസ് അത് അംഗീകരിക്കുകയും ചെയ്ത വാർത്ത ഹിന്ദുവിലുണ്ട്. അപ്പം ഈ രീതിയിൽ ഇന്ന് നമുക്ക് സേതു ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് പോസിറ്റീവായ വാർത്തകളുള്ള ദിവസമാണ്. ഈ പറയുന്ന പോലെ ശുഭാംശു ശുക്ലയുടെ ചിത്രം ആദ്യമായിട്ട് പത്രം വീട്ടിൽ വന്ന ആളുകൾ പത്രം കാണുമ്പോൾ ഈ ഭൂമിയെ ആസ്വദിക്കുന്നു. ഈ കപ്പളം മുടിയുള്ളിരുന്നിട്ട് ഈ ചിത്രം ആസ്വദിക്കുന്ന ഭൂമി ആസ്വദിക്കുന്നതിൻ്റെ ചിത്രം നമുക്ക് ആസ്വദിക്കാൻ പറ്റും വീട്ടിലിരുന്നിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ വളരെ കൗതുകരമായ കുറേ വാർത്തകളും രസകരമായ ഫീച്ചറുകളുമുള്ള ഒരു ദിവസമെന്ന് പറയാം. കാരണം മലയാള മനോരമയുടെ സൺഡേ സപ്ലിമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഫീച്ചർ എന്ന് പറയുന്നത്, ഹൃദയങ്ങളുടെ ലാമ എന്ന് പറഞ്ഞ് ദലൈലാമയുടെ ഈ 90 വയസ്സിനെ കുറിച്ച് മലയാള മനോരമ നൽകിയിട്ടുണ്ട് അവരുടെ സൺഡേ സപ്ലിമെൻറ്റിൽ. ഒപ്പം സുപ്രഭാതം പത്രം, സുപ്രഭാതത്തിൻ്റെ ഞായറാഴ്ച പതിപ്പിലെ ഒരു പ്രധാന ഫീച്ചർ എന്ന് പറയുന്നത്, ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ വിട്ടുപോയ ദളിത് ആക്ടിവിസ്റ്റും എഴുത്തുകാരനുമൊക്കെ ആയിട്ടുള്ള KM സലീം കുമാറിൻ്റെ വിയോഗം സംബന്ധിച്ച് ഉള്ള ഒരു ഓർമ്മക്കുറിപ്പ് കൂടെ ചേർത്തിരിക്കുന്നു. ഒപ്പം മാതൃഭൂമിയുടെ ഞായറാഴ്ച പതിപ്പിൻ്റെ ഉൾപേജിൽ എനിക്ക് വലിയ ഒരു ഇഷ്ടം തോന്നിയ ഒരു കാര്യം, ടെലിഗ്രാഫിൻ്റെ മുൻ എഡിറ്ററായിട്ടുള്ള R രാജഗോപാൽ, അദ്ദേഹം കൊൽക്കത്ത ജീവിതത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള വളരെ വിശദമായ ഓർമ്മക്കുറിപ്പ് വളരെ സവിസ്തരം മാതൃഭൂമിയുടെ ഞായറാഴ്ച സപ്ലിമെൻറ്റിൽ നൽകിയിട്ടുണ്ട്. അത് എനിക്ക് വളരെ രസകരമായ, ആളുകൾക്ക് നേരത്തെ ചെയ്തു പറഞ്ഞതുപോലെ വായിക്കാൻ ഇഷ്ടമുള്ളവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നുന്നു. കാരണം ബംഗാളിൻ്റെ അല്ലെങ്കിൽ കൊൽക്കത്ത ഒരു തരത്തിൽ നമ്മൾ കുരുക്കിയിടുന്നു. ആ കുരുക്കുകൾ, അതിൽ നിന്നൊരു മോചനം എളുപ്പമല്ല, അസുഖകരമാണ് ആ കുരുക്കുകൾ എന്ന് പറയുന്നു. അവിടെ ട്രെയിനി ആയ കാലം മുതലേ, കൊൽക്കത്തയിൽ ജേർണലിസം തുടങ്ങിയ കാലം മുതലെയുള്ള കാര്യം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വാർത്തകളുടെ ദിവസം കൂടിയാണ്. ഒപ്പം ഇതിലേക്ക് ഇനി തിരിച്ച് നമ്മൾ കുറച്ചുകൂടെ നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഉള്ള ദിവസമാണല്ലോ. എപ്പോഴും വാർത്തകൾ അങ്ങനെയാണല്ലോ. മലയാള മനോരമയെ സംബന്ധിച്ച് 1-ാം പേജിലെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നായ കടിച്ചു കീറിയ വാർത്തയാണ്. അതായത് നായ കടിച്ചു കീറിയത് 5 മാസം തെരുനായ കടിച്ചത് 1.65 ലക്ഷം പേരെ, അതായത് 1.5 ലക്ഷത്തോളം പേരെ കടിച്ചു. അതിൽ
17 പേർ മരിച്ചു എന്നുള്ള കൃത്യമായ ഒരു ഡേറ്റ, ഒരു ഇൻഫോഗ്രാഫിക്സ് സ്വഭാവത്തിൽ അതിൻ്റെ ഉൾപേജിലും അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളുണ്ട്. ഈ വാർത്ത മലയാള മനോരമ നൽകിയിട്ടുണ്ട്. ഇതൊരു വലിയ ഭീതി ഉണ്ടാക്കുന്ന, പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് കുട്ടികളെ കുട്ടികളെ ഭയങ്കരമായിട്ട് ആക്രമിക്കുന്ന രീതിയിലേക്ക് തെരുവുനായ ശല്യം കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതും അത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കൂടിയാണ്. അത് ഇപ്പോഴും വലിയ രീതിയിൽ നിലനിൽക്കുകയും വലിയ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ മലയാള മനോരമ അത് നൽകിയിരിക്കുന്നു. ഇത് വായനക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓരോ കുടുംബത്തെ സംബന്ധിച്ചും വളരെ പ്രസക്തവും വളരെ ഭീതിജനകവുമായിട്ടുള്ളൊരു കാര്യമാണ്. അവരെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. മറ്റൊന്ന്, സ്പോർട്സ് പേജിലേക്ക് വന്നാൽ സഞ്ജു സാംസൺ, ഈ KCLൻ്റെ താരലേലത്തിൽ തിളങ്ങിയ സഞ്ജു സാംസനെ കുറിച്ച് മലയാള മനോരമ നൽകിയിട്ടുണ്ട്. സഞ്ജു ദ സ്റ്റാർ എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഈ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ ടീമിലേക്ക് 26 ലക്ഷം രൂപയുടെ ലേലം നടത്തിയിട്ട് സഞ്ജുവിനെ എടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഒപ്പം നമ്മുടെ ഡെംബലയുടെ ഗോളിൽ PSG സെമിയിലെത്തിയ ക്ലബ്ബ് ലോകകപ്പിനെ കുറിച്ച് നൽകിയിട്ടുണ്ട്. ഒപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ വളരെ പോസിറ്റീവായ വാർത്തകൾ കൂടെ നമ്മൾ പറയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത്തരം വാർത്തകളെ കുറച്ച് സെലക്റ്റീവ് ആക്കാൻ ശ്രമിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അസ്നയുടെ വിവാഹമാണ്. അസ്നയെ എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ എൻ്റെയൊക്കെ ജനറേഷന് കൂടുതൽ അറിയാം. കാരണം കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്താണ് അസ്ന എന്ന് പറയുന്ന ഒരു കുട്ടി ഈ ബോംബ് പൊട്ടിയിട്ട് കാലിൻ്റെ മുട്ട് തകരുന്ന ഒരു അവസ്ഥയുണ്ടാവുന്ന, വലതുകാൽ മുട്ടിന് താഴെ മുറിച്ചു മാറ്റേണ്ടി വരികയും ഒക്കെ ചെയ്തൊരു വാർത്തയ്ക്ക് അന്നത്തെ കാലത്ത് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നൊരു വാർത്തയാണ്. ആ ഡോക്ടറായ അസ്ന വിവാഹ ജീവിതം അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് ചുവട് വെച്ചു എന്നുള്ള വാർത്തയ്ക്ക് വലിയ പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നു. ഒപ്പം മലയാള മനോരമയെ സംബന്ധിച്ച് നമ്മുടെ F-35 കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ബ്രിട്ടനിലെ ഒരു വിദഗ്ധ സംഘം ഇന്ന് ഉച്ചയ്ക്ക് തകരാർ പരിഹരിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെത്തും എന്നുള്ളൊരു വാർത്ത കൂടെ ഏതായാലും നൽകിയിട്ടുണ്ട്. ഒപ്പം ഡാർക്ക് വെബുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ലഹരി കച്ചവടത്തിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇന്ന് ഏതായാലും മലയാള മനോരമയിലുണ്ട്. ഒപ്പം മാതൃഭൂമിയും മറ്റ് വാർത്തകളിലേക്ക് കടന്നാൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അത് അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ വലിയ വാർത്തകൾ വരുമെന്ന് നമുക്കറിയാം. കാരണം അവിടുത്തെ വോട്ടേഴ്സ് പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും മറ്റ് പത്രങ്ങളിലേക്ക് വന്നാൽ ഇപ്പോൾ ഹിന്ദുവിൻ്റെ 1-ാം പേജിലുള്ള വാർത്ത നമ്മുടെ കേരളത്തിലെ നിപ്പയുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരിക്കുന്നു. നിപ്പയുടെ കാര്യത്തിലുള്ള ഒരു ആശങ്ക, അലർട്ട് സംബന്ധിച്ച ഒബ്സർവേഷൻ നടക്കുന്നു. അല്ലെങ്കിൽ 3 ജില്ലകളിൽ കേരളത്തിൽ ഇത് സംബന്ധിച്ച് അലർട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വാർത്തയുണ്ട്. ഒപ്പം ഹമാസിൻ്റെ വെടിനിർത്തൽ തൽക്കാലത്തേക്ക് വെടിനിർത്തൽ അംഗീകരിച്ചിട്ടുള്ള ആ വാർത്ത, ഹമാസ് എക്സ്പ്രസ് ചെയ്ത കാര്യത്തെക്കുറിച്ച്, ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വാർത്തയെക്കുറിച്ച് ഹിന്ദു പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നു. ഒപ്പം അതായത് നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനം സംബന്ധിച്ച് വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഒപ്പം കേരള കൗമുദിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വന്ന അല്ലെങ്കിൽ ഒരു കൗതുകകരമായ വാർത്ത എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മഹാസുനാമി ഉണ്ടാകും ജപ്പാനിൽ എന്ന് ഒരു പ്രവചനം വരികയും ആ പ്രവചനത്തെക്കുറിച്ചുള്ള വാർത്താ പ്രാധാന്യം ഉണ്ടാവുകയൊക്കെ ചെയ്തു. ഏതായാലും പ്രവചനം പാളി. പക്ഷേ 30,000 കോടിയുടെ ഈ അല്ലെങ്കിൽ നഷ്ടം വ്യാപാര മേഖലയിൽ ഉണ്ടായി എന്നുള്ള വാർത്തയുണ്ട്. ആ വാർത്തയ്ക്ക് കുറച്ചുകൂടെ പ്രാധാന്യത്തിൽ പത്രങ്ങൾ നൽകേണ്ടതായിരുന്നു. ഏതായാലും കേരള കൗമുദിയാണ് അത് നൽകിയിരിക്കുന്നത്. കാരണം വലിയ രീതിയിൽ ടൂറിസത്തിനെയും ബിസിനസ്സിനെയും ഒക്കെ ബാധിച്ച ദിവസങ്ങളിലൂടെ, മണിക്കൂറുകളിലൂടെ ജപ്പാൻ കടന്നുപോയി. ഏതായാലും വലിയ നഷ്ടം ഉണ്ടാക്കി ഈ പ്രവചനം കൊണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടുണ്ടാക്കിയൊരു മാറ്റം. മറ്റൊന്ന്, സുപ്രീം കോടതി നിയമനങ്ങളിലെ OBC സംവരണം സംബന്ധിച്ച് വളരെ സുപ്രധാനമായൊരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി കടക്കുന്നു എന്നുള്ളതും ജസ്റ്റിസ് ബി ആർ ഗവായുടെ ഒരു സുപ്രധാനമായ നീക്കമായിട്ടും കേരള കൗമുദി പത്രം ഈ കാര്യം നൽകിയിട്ടുണ്ട്. ഒപ്പം ദേശാഭിമാനിയിലേക്ക് വന്നാൽ ടെക്സാസിലെ മിന്നൽ പ്രളയമാണ്, അല്ലെങ്കിൽ 27 പേരുടെ മരണം സംബന്ധിച്ച വാർത്തയ്ക്ക് പ്രാധാന്യം 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം ഉത്തർപ്രദേശിൽ 5000 സർക്കാർ സ്കൂളുകൾ പൂട്ടുന്നു എന്നൊരു വാർത്ത ദേശാഭിമാനി നൽകിയിരിക്കുന്നു. ഒപ്പം ഉൾപേജുകളിൽ നമ്മുടെ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, കാരണം അത് മാധ്യമത്തിൻ്റെ 1-ാം പേജിലെ വാർത്തയാണ്. സൈബർ തട്ടിപ്പുകളെക്കുറിച്ച് 8.5 ലക്ഷം വ്യാജ ബാങ്ക് അക്കൗണ്ടുകളുള്ളതിനെക്കുറിച്ച് മാധ്യമം വലിയ പ്രാധാന്യത്തോടുകൂടെ
വാർത്ത നൽകിയിട്ടുണ്ട്. ഈ സൈബർ തട്ടിപ്പുകൾ നടത്തുന്നതിൻ്റെ വലിയൊരു ഒരു ശൃംഖല പ്രവർത്തിക്കുന്നു. ഒപ്പം അത് കേരളത്തെ കാര്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ അവർ നടത്തിയ അന്വേഷണത്തെക്കുറിച്ചും മറ്റ് 5 സംസ്ഥാനങ്ങളിൽ CBI നടത്തിയിട്ടുള്ള പരിശോധന, ഇതുമായി ബന്ധപ്പെട്ട് 743 ബാങ്ക് ശാഖകളിലുള്ള CBIയുടെ പരിശോധന, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഇതിനെ കാര്യമായിട്ട് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഇരുന്ന് ഈ പ്രവർത്തനം നടത്തുന്നു, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഉണ്ട്. മറ്റൊന്ന്, ഒരു കൗതുക വാർത്ത കൂടെ പറയാം. മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം ലഭിച്ച ഷഹീദ് സയ്യിദ് ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ച് സലാം ബോംബെ എന്ന് പറയുന്ന മീര നായരുടെ പ്രശസ്തമായ ചിത്രം നമുക്ക് ഓർമ്മയുണ്ട്. ആ സിനിമയിൽ അഭിനയിച്ച ആ കഥാപാത്രം ഇപ്പോൾ എവിടെയുണ്ട് എന്ന് ചോദിച്ചൊരു സ്റ്റോറി മാധ്യമം നൽകിയിരിക്കുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഓറോവിലിനെ കുറിച്ചും ഒരു പ്രത്യേക വാർത്തയുണ്ട്. ആ ഓറോവിലിനെ കുറിച്ചുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. അവിടെ നമുക്കറിയാവുന്നതുപോലെ പോണ്ടിച്ചേരിയിലെ ആ സ്ഥലം നമുക്കെല്ലാം അറിയാവുന്ന സ്ഥലമാണ്. അവിടെ ഇപ്പം ഒരു തലമുറയ്ക്ക് 2 തലമുറയ്ക്ക് ശേഷം വലിയ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടും അവിടുത്തെ ഈ അതിർത്തിയുമായി ബന്ധപ്പെട്ടും അവിടെ താമസിക്കുന്ന വിദേശികളുടെ വിസ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വലിയ പ്രശ്നം നടക്കുന്നു. അത് സംബന്ധിച്ച വാർത്തയുണ്ട്. മറ്റൊരു ദേശീയ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം ശ്രദ്ധിച്ച ഇന്നലത്തെ ഒരു വാർത്ത എന്ന് പറയുന്നത് രാജ് താക്കറെയുടെയും ഉദ്ധവിൻ്റെയും അവരുടെ ഒരു റീയൂണിയനുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. 2 പതിറ്റാണ്ടിന് ശേഷം അവർ ഒന്നിച്ചൊരു വേദിയിലെത്തുന്നു. സിനിമാറ്റിക് ആയിട്ടുള്ള ഡയലോഗുകളിലൂടെ ആളുകളെ കയ്യിലെടുക്കുകയൊക്കെ ചെയ്ത കാര്യം ഉണ്ട്. ഏതായാലും ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായതും വളരെ വിപുലമായതുമായ വാർത്തകളുടെ ഒരു നൈരന്തര്യമുള്ള ദിവസം എന്ന് പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാം. ഇനിയുള്ള മണിക്കൂറുകളിൽ കൂടുതൽ അത്തരത്തിലുള്ള വാർത്തകൾക്ക് കൂടെ ഇടം നൽകുന്ന മണിക്കൂറുകളായിരിക്കുമെന്ന് ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടെ ശുഭദിനം ആശംസിക്കുന്നു.